എക്സോസ്റ്റ് നോട്ട് ഒന്ന് കേട്ട് നോക്കാം. സ്റ്റാർട്ട് ചെയ്തു. ഇത് സ്റ്റോക്ക് സൗണ്ടാണ്. നമുക്കിത് വാൽവട്രോണിക് വെച്ചിട്ടുള്ളതുകൊണ്ട് സ്റ്റോക്ക് സൗണ്ടാണ്. ഇനിയും അക്രമം മോഡ് ഇട്. ചെറിയൊരു സംഭവം ഇതിനകത്ത് ഒളിഞ്ഞ് ഇരിപ്പുണ്ട്. ഇതാണ് സംഭവം. ഇതപ്പോൾ നേരത്തെ നമ്മൾ ചെയ്തതാണോ സൗണ്ട് സിസ്റ്റം? ഇത് നേരത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ബോക്സ് എല്ലാം നമ്മൾ അല്ലാതെ തന്നെ ചെയ്യിപ്പിക്കും അതോ? അത് കണ്ണൂരുള്ള ഒരു ഫ്രണ്ട് ഇവിടെ വന്ന് എനിക്ക് ചെയ്തു തന്നു. സ്റ്റിയറിംഗ് അല്ലേ മാറിയിട്ടുണ്ട്? സ്റ്റിയറിംഗ് മാറിയിട്ടുണ്ട്. മോമോയുടെ ഒരു അത് വളരെ ചെറിയ ഒരു സ്റ്റിയറിംഗ്. നമ്മുടെ ജോയ്സ്റ്റിക്കിനകത്തൊക്കെ വരുന്ന പോലത്തെ പോലത്തെ ഒരു ഫീൽ കിട്ടാൻ വേണ്ടി. വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഇഗ്നിഷൻ ഓണായി. ഈ ഹെലികോപ്റ്റർ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതെ. അപ്പൊ സത്യം പറയേണ്ട ഒരു പ്രീമിയം വണ്ടിയുടെ തന്നെ. അതെ, പുഷ് സ്റ്റാർട്ടും കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ വണ്ടി ഇത് പവർ വിൻഡോ ആക്കിയിട്ടുണ്ടല്ലോ. അത് പിന്നെ പവർ വിൻഡോ അതും ആ പുള്ളി തന്നെ ചെയ്തു തന്നെ കണ്ണൂരിൽ നിന്ന്. ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും റോഡ് പൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ മോഡിഫിക്കേഷൻ ചെയ്ത ഒരുപാട് വാഹനങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്നാൽ അധികം മോഡിഫിക്കേഷൻ ചെയ്ത് കാണാത്തൊരു വാഹനമാണ്, പ്രത്യേകിച്ച് ചെറിയ വണ്ടികളിൽ മാരുതി 800. നമ്മളിന്ന് കൊണ്ടുവന്നിരിക്കുന്നത് മാരുതി 800 എന്നാൽ 2004 മോഡൽ ഒരു മാരുതി 800 ഒരു വെറൈറ്റി ആയിട്ട് പണിതൊരു വാഹനമാണ്. അത്യാവശ്യം നീറ്റായിട്ട് തന്നെ പണിതിട്ടുണ്ട് ഈ ഒരു വാഹനം. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ ആണ് നമ്മളിന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മൾ ഇതിനു മുമ്പ് SS80 എന്നൊരു മോഡൽ മാരുതി 800 ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇറങ്ങിയൊരു മോഡലായിരുന്നു SB 308 എന്ന് പറയുന്ന മോഡൽ. അതിൻ്റെ ഒരു അപ്ഡേറ്റഡ് വേർഷനാണ് നമ്മുടെ മുന്നിലിപ്പോൾ ഉള്ളത്. ഇത് 2004 മോഡൽ MB5 ആണ് ഈ ഒരു വാഹനം. ഇതിനു മുമ്പുണ്ടായിരുന്ന ഒരു കാർബേറ്റർ മോഡലായിരുന്നു. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് മൈലേജും അതുപോലെ തന്നെ പവറും എല്ലാം ഈ ഒരു വാഹനത്തിന് MB5 ആയതുകൊണ്ട് തന്നെ കൂടുതലായിട്ടും കിട്ടുന്നുണ്ട്. ഇതൊരു 4 സ്പീഡ് മോഡലാണ്. സെയിം അതായത് കാർബേറ്റർ അല്ലാതെ നോർമൽ MB5 തന്നെ 5 സ്പീഡ് മോഡലും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് വളരെ കുറച്ച് മാത്രമേ ഒരു 5 സ്പീഡ് മോഡൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് 4 സ്പീഡ് ആണ് ഈ ഒരു വാഹനം. അപ്പോൾ അത്രയൊക്കെയാണ് ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഹിസ്റ്ററിയും കാര്യങ്ങളും നമുക്ക് എടുത്ത് പറയാനായിട്ടുള്ളതും. ഇനിയും വാഹനത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാനായിട്ട് നമുക്ക് വാഹനത്തിൻ്റെ ഓണർ ഷൈനെ നമുക്ക് സ്വാഗതം ചെയ്യാം. അപ്പോൾ ഷൈനെ, അപ്പോൾ നമ്മുടെ ഈ 2004 മോഡലാണുള്ള വണ്ടി. വണ്ടി എന്നാ എടുത്തത് ശരിക്കും? ഇത് സത്യം പറഞ്ഞ വീട്ടിൽ ഉണ്ടായിരുന്ന വണ്ടിയാണ്. എനിക്ക് തോന്നുന്നു എനിക്കൊരു 5 വയസ്സുള്ളപ്പോൾ വീട്ടിൽ എടുത്ത വണ്ടിയാണ്. വീട്ടുകാർ അന്ന് എടുത്ത ആ വീട്ടിലാദ്യത്തെ വണ്ടിയായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് ആയപ്പോൾ +2 ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കിട്ടി. ഞാൻ പിന്നെ കുറച്ച് കലാപരിപാടിയൊക്കെ ചെയ്ത് ഇങ്ങനെ ആക്കി. ഞാനൊരു 2 കൊല്ലം ഇത് ചെയ്തിട്ട് അത് നേരം ഗ്രാഫിക്സും കാര്യമെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അത് കളയേണ്ടി വന്നു. അതുകൊണ്ട് പിന്നെ ഇപ്പോൾ കുറച്ചുകൂടെ സ്റ്റോക്കായിട്ടാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്നാൽ അത്യാവശ്യം ചെയ്തിട്ടുമുണ്ട് എന്നുള്ള. മെയിൻ്റെനൻസ് നോർമൽ മാരുതിയുടെ മെയിൻ്റെനൻസ്. പിന്നെ നമ്മൾ ഈ ടയർ ഇതൊക്കെ അപ്സൈസ് ചെയ്തേക്കുന്നതുകൊണ്ട് അതിൻ്റെതായ ബുദ്ധിമുട്ട്, ചെറിയ കുഴിയൊക്കെ ചാടുമ്പോഴും. പിന്നെ സ്പ്രിങ്സ് ലോവർ ചെയ്തിട്ടുണ്ട്. സ്റ്റോക്ക് സ്പ്രിങ്ങിൽ തന്നെ കംപ്രസ് ചെയ്ത് എടുത്തത് സ്പ്രിങ്. അത്യാവശ്യം ഉണ്ട്. പക്ഷെ ഇത് നമ്മൾ വേറൊരു ടൈപ്പ് കംപ്രസ് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ഷോക്ക് ഒന്ന് പൊക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ കുറച്ചുകൂടെ താഴ്ചയും കിട്ടും, കംഫർട്ട് ഇച്ചിരിയും കൂടെ കിട്ടും. നമ്മൾ നോർമൽ സ്പ്രിങ് കട്ട് ചെയ്യുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടെ കംഫർട്ട് കിട്ടും. അത് മിക്സ് ചെയ്തതാ. ഇത് ബ്ലൂവിനകത്ത്, ക്യാൻഡി ബ്ലൂവിനകത്ത് ഗിൽറ്റ് ഇട്ട് പെയിന്റ് ചെയ്തതാ. പെയിന്റിംഗ് ഒക്കെ കോട്ടയത്ത് DA കസ്റ്റംസ് എന്ന് പറഞ്ഞൊരു ഷോപ്പിൽ. ഗ്രില്ല് ലൈൻ ഗ്രില്ല് ആക്കിയിട്ടുണ്ട്. അല്ല, സ്റ്റോക്ക് ഗ്രില്ലിന്റെ ഫ്രെയിം എടുത്തിട്ട് അവിടുത്തെ കസ്റ്റം ചെയ്ത് ലൈൻ ചെയ്ത് എടുത്താണ്. അത് മറ്റേ അലൂമിനിയം J ചാനൽ അങ്ങനെ പറയുന്നത്. അല്ല, പെയിന്റിങ് മാത്രമേ ഉള്ളൂ കോട്ടയം. പിന്നെ ഈ സ്കേർട്ട് ഒക്കെ ചെയ്ത് കോട്ടയത്ത്. ഹെഡ്ലാമ്പ് മാറ്റി. ഹെഡ്ലാമ്പ് വെർണയുടെ പ്രൊജക്ടർ അകത്തിരിക്കുന്നത്. സ്റ്റോക്ക് വരുന്ന പ്രൊജക്ടർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു DRLM ചെയ്തിട്ടുണ്ട്. അകത്ത് തന്നെ ബാഡ്ജിങ്ങോട് കൂടി ഒരു ബാഡ്ജിങ്ങോട്. ഇൻഡിക്കേറ്റർ അല്ല, അതും പാർക്കിൽ തന്നെ വരുന്ന ഒരു റെഡ് സ്റ്റോക്ക് ബമ്പറിന്റെ അടി സ്കേർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഇത്ര ഏരിയ സ്കേർട്ടാണ്. അതിന്റെ താഴെ ഒരു പ്രൊട്ടക്ഷൻ റബ്ബർ ലിപ്പ് കൊടുത്ത. വീല് 14 ഇഞ്ച് 12 14 അപ്സൈസ് ചെയ്തിട്ടുണ്ട്. 14 ആക്കി. ഉണ്ട്, നല്ല രീതിക്ക് ഉണ്ട്. ബാക്കിൽ ആളെ അങ്ങനെ കയറ്റാറില്ല. പിന്നെ സ്പ്രിങ്ങിന്റെ ഇടയ്ക്ക് വേറൊരു സംഭവം ചെയ്തിട്ടുണ്ട്. നമ്മുടെ എഞ്ചിന്റെ ഒരു ബുഷ് ചെയ്ത് വെച്ച്, അതുകൊണ്ട് കല്ലിച്ചം കിടന്നോളൂ. വേറെ വണ്ടിയുണ്ട്. ഇത് ഞാൻ പെയിന്റ് അടിച്ച് വീട്ടിൽ കയറ്റിയപ്പോ അപ്പം പോയി വേറെ വണ്ടി എടുത്ത്. ഇനി ഇന്നത്തെ നടക്കത്തില്ലെന്ന് മനസ്സിലായി.
വീല് ഇത് ഇമ്പോർട്ട് ചെയ്തതാണ്, വെളിയിൽ നിന്ന് കൊണ്ടുവന്ന. ഇതിനു വേണ്ടി തന്നെ കൊണ്ടുവന്ന. ഇത് കിയയുടെ കമ്പനി അലോയിയാണ്, സ്റ്റോക്ക് അലോയിയാണ്. പക്ഷെ ഇന്ത്യയില്ല, പുറത്തുള്ള ഒരു 96 മോഡൽ ക്രെഡോസ് എന്ന് പറയുന്നൊരു വണ്ടിക്ക് സ്റ്റോക്ക് കമ്പനി കൊടുക്കുന്ന കിയയുടെ ആ അലോയ. സെയിം 114 തന്നെ VCD ആയിരുന്നു. വെയിറ്റ് കുഴപ്പമില്ല, അത്യാവശ്യം ലൈറ്റ് വെയിറ്റ് ആണ്, വലിയ വെയിറ്റ് ഇല്ല. അല്ല, അലോയ് തന്നെ. ഇത് സിൽവർ ആയിരുന്നു, ഞാൻ പിന്നെ വൈറ്റ് ആക്കിയതാ. ടയർ മാക്സിസിന്റെ ലോ പ്രൊഫൈൽ ടയറാ, 185/50 14. ഒരു ലുക്ക്, ആ ഒരു ലോ പ്രൊഫൈൽ ടയറ് പതുങ്ങി വണ്ടി കിടക്കുന്നൊരു. ഇൻഡിക്കേറ്റർ നമ്മുടെ ഈ ബൈക്കിനൊക്കെ വരുന്നൊരു കിറ്റയിൽ വരുന്നൊരു ഇൻഡിക്കേറ്റർ. പിന്നെ ഒരു ബമ്പർ ക്ലിപ്പും. അത് GT സ്കേർട്ട്. അത് ഫൈബറാ, അത് ഫൈബറിന്റെ GT സ്കേർട്ട് ചെയ്ത്. വേണേ മാറ്റിയെടുക്കുക, സ്ക്രൂ എല്ലാം. റൂഫ് ബ്ലാക്ക്, അത് നേരത്തെ പണ്ടേ ആക്കിയതായിരുന്നു. പെയിന്റ് അത് RC ബുക്ക് ചെയ്തതാ. ആ സൈഡ് ഗ്രാഫിക്സ് ഉണ്ടായിരുന്നു, പിന്നെ ഞാനൊന്ന് കൊണ്ടു നടക്കാൻ, കുറച്ചെങ്കിലും കൊണ്ടു നടക്കാൻ എന്നുള്ള ഒരു പരുവത്തിന് കളഞ്ഞു. അതെ, ഇങ്ങോട്ട് വരുന്ന വഴിക്കാൻ്റെ ഒന്ന് കണ്ടായിരുന്നു. ഇല്ല, ഞാൻ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ രാവിലെ വെളുപ്പിനെ കൊണ്ടുപോകും, തിരിച്ച് പരിപാടി കഴിഞ്ഞ് രാത്രി തിരിച്ചു വരും. അതെ, വണ്ടി ഇപ്പൊ 90 ആയിട്ടുണ്ട്. എന്റെ കിട്ടിയപ്പോ 80 ആയായിരുന്നു. ഇത് ചെയ്തിട്ടൊരു 10 കിലോമീറ്റർ ഓടിയാൽ ഓടി, അത്രേ ഉള്ളൂ. സ്പോയിലർ കസ്റ്റം ചെയ്തെടുത്ത. മെറ്റീരിയൽ എന്തോ ഒരു ഷീറ്റ്, എനിക്കറിയത്തില്ല. ആ കോട്ടയത്ത് അവർ തന്നെ ചെയ്ത് തന്ന. ബെൻഡ് ചെയ്തെടുത്ത് സ്പോയിലർ ആക്കി. ടെയിൽ ലാമ്പ് കസ്റ്റമൈസ് ചെയ്ത് LED ടെയിൽ ലാമ്പ് ആക്കിയിട്ടുണ്ട്. LED ആക്കി. ഇതിന്റെ പുറത്തൂടെ ജസ്റ്റ് ഒന്ന് സ്മോക്ക് കൂടെ ചെയ്തിട്ടുണ്ട്. ആ ഒരു കളർ ഒന്ന് മാച്ചാവും, ബ്ലാക്കും ബ്ലൂവും കൂടെ ഒന്ന് മാച്ചാവാൻ വേണ്ടി. ബാക്കിൽ സ്കേർട്ട് ചെയ്ത് ഒരു ഡിഫും വെച്ച്. എക്സോസ്റ്റ് ഏത് അടിയിലത്തെ സ്കേർട്ടോ? അല്ല, ഫൈബർ. എക്സോസ്റ്റ് HKSന്റെ ജാസ്മ എന്ന് പറഞ്ഞൊരു മോഡൽ മഫ്ലർ. ഇത് വാൽവട്രോണിക്സ് ചെയ്തിട്ടുണ്ട്, എൻഡിക്കാൻ മാത്രം ഇത് ചെയ്തിരിക്കുന്നത്. കസ്റ്റം വാൽവട്രോണിക്സ്. ഹെഡർ ചെയ്തിട്ടില്ല, സ്ട്രൈറ്റ് പൈപ്പ് ആക്കിയിട്ടുണ്ട്. ഇന്റീരിയറിൽ നമ്മൾ ആദ്യം കയറി വരുമ്പോൾ സ്റ്റിയറിംഗ് അല്ലേ മാറിയിട്ടുണ്ട്? സ്റ്റിയറിംഗ് മാറിയിട്ടുണ്ട്. മോമോയുടെ ഒരു, അത് വളരെ ചെറിയ ഒരു സ്റ്റിയറിംഗ്. നമ്മുടെ ജോയ്സ്റ്റിക്കിനകത്തൊക്കെ വരുന്ന പോലത്തെ, പോലത്തെ ഒരു ഫീൽ കിട്ടാൻ വേണ്ടി. അതിന്റെ ഈ ബോട്ടോ ഇങ്ങനെയല്ല, റൗണ്ട് ഷേപ്പിൽ. ഡി കട്ട് എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ ന്യൂജൻ സ്വിഫ്റ്റിനൊക്കെ ഈ ഒരു ടൈപ്പ് ഡി കട്ടാ വരുന്നത്. അത് RPM മീറ്റർ ഡെഫിയുടെ ഒരെണ്ണം ചെയ്തിട്ടുണ്ട്. പിന്നെ അല്ലാതെ ഒരു നോർമൽ മീറ്റർ കൂടെ ചെയ്തിട്ടുണ്ട്. അത് ഇത് സെറ്റിന്റെ ടച്ച് സ്ക്രീൻ ചെയ്ത്. അതെല്ലാം രണ്ടാമത് ചെയ്ത. ആൻഡ്രോയിഡ് ഓൺ കോഡ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിന്റെ. പിന്നെ ഈ സ്വിച്ചുകളൊക്കെ, ഇത് നമ്മള് കീലെസ് സ്റ്റാർട്ടാ വണ്ടി ആക്കിയിട്ടുണ്ട്. താക്കോല് വേണ്ട, താക്കോല് ഇല്ലാതെ തന്നെ നമുക്ക് താക്കോല് ഒരു കയ്യിലെടുത്തിട്ടുണ്ട്. പിന്നെ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഇഗ്നിഷൻ ഓണായി. ഹെലികോപ്റ്റർ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതെ. അപ്പൊ സത്യം പറയേണ്ട ഒരു പ്രീമിയം വണ്ടിയുടെ തന്നെ. അതെ, പുഷ് സ്റ്റാർട്ടും കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കൊള്ളാം. പിന്നെ ഇതെല്ലാം അപ്പൊ നമ്മൾ തന്നെ ചെയ്യണോ അതോ? ഇലക്ട്രിക്കൽ സൈഡ് നമ്മൾ തന്നെ, ഞാൻ തന്നെ ചെയ്ത. ബാക്കി പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ പുറത്ത് കൊടുത്ത്. പിന്നെ മറ്റേ ഇത് ചെയ്തിട്ടുണ്ടല്ലേ? സ്പാർക്കോടെ പെഡൽ ചെയ്തിട്ടുണ്ട്. അതൊക്കെ പഴയത്. ഗിയർ നോബ് മാറിയിട്ടുണ്ട്, JDM ടൈപ്പ് വരണം. പവർ വിൻഡോ അതും ആ പുള്ളി തന്നെ ചെയ്ത് തന്നെ, കണ്ണൂരിൽ നിന്ന്. പുള്ളി എല്ലാ പരിപാടി എന്റെ ആശാന ആണല്ലേ? ഇത് ചെയ്യാൻ വേണ്ടി എനിക്ക് വേണ്ടി വന്ന. ഇതുവരെ ദൈവം അനുഗ്രഹിച്ച് ഒരു പോലും ഇല്ല. സൂക്ഷിച്ച് ഇനിയും കൊണ്ട് നടക്കണമെന്നല്ലേ? അതെ.